ഇല്ലിമോളെ ഇല്ലിമോളെ എന്തോ നീ വന്നേ. ആ ഞാനേ ഒന്ന് പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വരാം, ഒരു അത്യാവശ്യം. പാർട്ടി ഓഫീസ് വരെ പോകണം, പിന്നെ വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരാം. നിങ്ങൾക്ക് വൈകിട്ട് മതിയല്ലോ. അല്ല ഏട്ടൻ്റെ റെഡി ആവണം സുരേഷ് ഏട്ടൻ്റെ വീട്ടിൽ പോകാനായിട്ട്. പൊക്കോളാൻ പറ. അല്ല ബൈക്ക് ഇതിനാ പോണത്, ബുള്ളറ്റിനാ പോണത്. അപ്പോൾ ഇതിലേ പോവുള്ള. ഇന്നലെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്? അപ്പൊ ഇന്നലെ ക്ലീറ്റോ ചേട്ടൻ എങ്ങനെയാ പോയത് അതുപോലെ അങ്ങ് പോകും. അതെ, നിങ്ങൾക്ക് വൈകിട്ടുള്ള ആവശ്യത്തിന് വണ്ടി മതിയല്ലോ. ഞാൻ അതുവരെ ഒന്ന് രണ്ട് ആവശ്യമുണ്ട്. ഇത് ആരെ വണ്ടി എന്ന്? പപ്പയുടെ വണ്ടി ആണല്ലോ. ആണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ലേ പപ്പ എനിക്കിപ്പോ വണ്ടി തന്നു വിട്ടത്. നീ പറയണതിന് മുമ്പ് എന്നോ ഞാൻ പറയാതെ തന്നെ പപ്പ പറഞ്ഞടാ നിനക്ക് എപ്പ ആവശ്യമുണ്ടെങ്കിലും നീ വണ്ടി എടുത്തോണ്ട് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുക്കാത്ത എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വണ്ടി വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പപ്പ എന്നോട് പറഞ്ഞ് കുറെ നാൾക്ക് മുമ്പ് ക്ലീറ്റോട് ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് അവൻ എടുത്തില്ല, അവന്റെ കയ്യിൽ പെട്രോൾ അടിക്കാനൊന്നും പൈസ ഉണ്ടാവത്തില്ലെന്ന്. അതായിരുന്നു വാസ്തവം. പെട്രോൾ അടിക്കാൻ ക്ലീറ്റോ ചേട്ടൻ പൈസ ഇല്ല. പെട്രോൾ അടിക്കണ ആന കാര്യമൊന്നുമല്ല. പിന്നെ പക്ഷെ ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ആവശ്യത്തിന് വണ്ടി മതിയല്ലോ. നിങ്ങളിപ്പോ നേരം വെളുത്തോലെ ഇതിൽ സവാരി അടിക്കണമെന്ന് എന്താണ്? പിന്നെ ക്ലീറ്റോ ചേട്ടൻ നേരത്തെ പറയായിരുന്നില്ല എനിക്ക് വണ്ടി വേണമെന്ന്. ഇതിപ്പോ ഏട്ടന് ഒരുങ്ങിയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, ഏട്ടനോട് തന്നെ. വൈകുന്നേരത്തെ ആവശ്യത്തിന് വണ്ടി ഞാൻ തരും. ഇപ്പൊ രാവിലെ എനിക്ക് ആവശ്യമുണ്ട്. സുരേഷിനെ കാണാൻ വേണ്ടി ഈ സുരേഷിനെ കാണാൻ പോക്ക് അതിൽ ഇതും കൊണ്ട് സുരേഷിനെ എനിക്ക് കാണിക്കണോ? ക്ലീറ്റോ ചേട്ടൻ എവിടെയാ പോണത്? എനിക്ക് പാർട്ടി ഓഫീസിൽ പോകണം. അപ്പുകുട്ടൻ സാറിനെ കാണണം. കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? അതുപോലെ അങ്ങ് പോയിക്കേ. ഇല്ലിമോളെ, നീ ഒരുപാട് വിളച്ചിലെടുക്കല്ലേ. ഞാൻ ഇത്ര നേരം നീ എന്റെ അനിയത്തി എന്നുള്ള ഒരൊറ്റ പരിഗണനയിലും ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടാ. ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ് സത്യത്തില്. അപ്പൊ എനിക്ക് അവകാശമില്ല. നിനക്ക് അവകാശപ്പെട്ട കല്യാണത്തിന് തന്നു. അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോ ചേട്ടനും പപ്പ കുറെ തന്നിട്ടുണ്ട്. എപ്പോഴും പപ്പ എടുത്തോട്ട് ചെല്ലുമല്ലോ പൈസ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെയും കൂടുതൽ ക്ലീറ്റോ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. പൈസക്ക് പോയി വാങ്ങിക്കണമെങ്കിൽ ആര്? എന്റെ പപ്പയുടെ അടുത്താണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാനും ഇപ്പൊ എന്റെ പപ്പയുടെ എന്റെ പപ്പട ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കും, അല്ലാതെ കണ്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് തരാം. ചേച്ചി എടാ ഒരു ഔദാര്യം തന്നെയാണ്. ഞാൻ വൈകുന്നേരം നീ ഇത് കൊണ്ട് കറങ്ങിക്കോ. പിന്നെ പപ്പ കൊടുത്തിട്ട് എന്റെ പെങ്ങൾ ഓടിക്കട്ടെ, അവളെ ഓടിക്കട്ടെ, നീ ഓടിക്കോ. വെറുതെ എന്നെ കൊണ്ട് മോശം പരിപാടി കാണിക്കരുത്. വൈകുന്നേരം ഈ വണ്ടി നമുക്ക് തരുമോ? തരൂല്ലല്ലോ. ഞങ്ങൾ റെന്റിന് എടുക്കണം. അപ്പൊ പകൽ എനിക്ക് കൊണ്ടുപോണ്ടേ? എന്റെ പപ്പയുടെ വണ്ടി എനിക്ക് പകല് കൊണ്ടുപോണ്ടേ? നിങ്ങൾക്ക് ഇതിന് വേണ്ടി നിങ്ങൾ ഇത് നടന്നല്ലേ പോണേ ക്ലീറ്റോ? യവൻ പിന്നെ കുതിരപ്പുറത്താണോ പോണത്? ഇന്ന് നടക്കാൻ പറ്റത്തില്ല ക്ലീറ്റോ ചേട്ടന്, കാലിൽ ആണി ആണി തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വണ്ടി എടുത്ത് എന്റെ നെഞ്ചത്ത് കയറ്റി ഇറക്കിട്ടാ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ചെയ്യാൻ പോണേ? നീ ചെയ്യണം. നിന്റെ നെഞ്ചത്ത് തന്നെ കയറ്റി കൊണ്ടുപോയേ. വണ്ടി എവിടെ വേണം? വണ്ടി എവിടെ കൊണ്ടുപോകണ്ട? വല്യപ്പ എടുത്തു. എന്തിന്? വണ്ടി എടുക്കാൻ ചെന്നപ്പോ വല്യപ്പ എന്നോട് പ്രത്യേകം പറഞ്ഞു, വണ്ടി ഇവിടെ വന്നതിന്റെ പേര് മച്ചമ്പി തമ്മിൽ വഴക്കുമല്ലോ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നതുപോലെ തന്നെ തിരിച്ചങ്ങ് കൊണ്ട് കൊടുക്കണേന്ന്.